ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി പുളി ഇഞ്ചിയാണ്. സദ്യയിലെല്ലാം ഉണ്ടാവുന്ന പുളി ഇഞ്ചിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിന് പുളിയും മധുരവും എരിവൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇതെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ 2 വറ്റൽമുളക്, ഇഞ്ചി ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തത്, അതുപോലെ പച്ചമുളകും ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഇഞ്ചി ഒരു വലിയ പീസും ഒരു വലിയ പച്ചമുളകുമാണ് എടുത്തത്. പിന്നെ ഇതാ ഈ ഒരു അളവിൽ പുളി വേണം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കാം. കുറച്ചും കൂടി കളറുള്ള പുളിയാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും. അപ്പം നിങ്ങളെടുക്കുക നല്ല കളറുള്ള പുളി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതെങ്ങനെ ആക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ വെക്കാം. എന്നിട്ട് അതിലോട്ടേക്ക് ഇതുപോലെ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഇതിലോട്ടേക്ക് ഇട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കണം. നന്നായിട്ട് ഇത് സോട്ടായി കിട്ടണം. ഇതിൻ്റെ പച്ചമണം പച്ച ചുവയൊക്കെ മാറി കിട്ടണം. അപ്പം അതുവരെ മിക്സ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതുപോലെ പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പുളി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. അതുപോലെ 1/4 ടീസ്പൂണും കുറച്ച് കൂടുതൽ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ സെയിം 1/4 ടീസ്പൂൺ തന്നെ കായപ്പൊടി ചേർക്കണം. പിന്നെ വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ചെറുങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കണം. കുറച്ചൊന്ന് കുറുകി വന്നാൽ ഇതിലത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു ശർക്കര ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. ഇതിനകത്തുനിന്ന് 1/2 കപ്പ് മാത്രം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശർക്കരേൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ പുളി എത്ര എടുക്കുന്ന അതേ അളവിൽ തന്നെ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കളറ് മാറി വരുന്നവരെ കുറുക്കിയെടുക്കണം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ടേക്ക് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇടേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഇനി ഇതൊക്കെ മിക്സ് ചെയ്ത് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് പുളിയിഞ്ചി ഉണ്ടാക്കാൻ. ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ട് റെഡിയാക്കി നോക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് കുറുക്കിയെടുക്കാം. കുറുക്കിയെടുത്താൽ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും, അതുപോലെ കുറച്ചും കൂടി കളർ കിട്ടും. ഞാനിപ്പം കുറച്ച് ലൂസിലെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഫ്ലെയിമിൽ വെച്ചാൽ നല്ലോണം തിക്കായിട്ട് കിട്ടും. ഞാൻ ഈ ബൗളിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം തിക്കായാൽ കുറച്ചേ കിട്ടുള്ളൂ. അപ്പം ഞാനിതാ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. പുളിയൊന്നും ഇഷ്ടമല്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമാവും. പുളിയും മധുരവും എല്ലാം ആയിട്ട് പ്രത്യേക ടേസ്റ്റാണ്. ഇത് വെറുതെ തന്നെ കഴിക്കാൻ പറ്റും, അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.